നമ്മുടെ കുട്ടിക്കാലത്തെ അത്രയേറെ തന്നെ ചിരിപ്പിച്ച് നമ്മളെ രസിപ്പിച്ചിരുന്ന നമ്മുടെ പ്രിയ സംവിധായകൻ ഷാഫിക്ക് ആദരാഞ്ജലികൾ. വെറും 18 സിനിമകൾ മാത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും മലയാളികൾ ഇനി ഇതുപോലെയുള്ള സിനിമകളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധായകനുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനി ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അത്രയേറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫി ഇനി നമുക്കില്ല. സഹസംവിധായകനായി കരിയർ ആരംഭിച്ച ഷാഫി 2001 വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഒറ്റയ്ക്ക് തെളിയിച്ചത് നമുക്ക് ഇന്നും ഓർമ്മയിൽ കാണാൻ സാധിക്കും. 2001 മുതൽ 2022 വരെ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ ഷാഫി നൽകിയിരിക്കുന്ന മലയാള സിനിമയ്ക്കുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ മറ്റ് സംവിധായകരിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ ഷാഫിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ആ 18 സിനിമകൾ എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, മായാവി, തൊമ്മനും മക്കളും, ചട്ടമ്പിനാട്, 2 കൺട്രീസ്, ചോക്ലേറ്റ്, ലോലിപോപ്പ് എന്ന് പറയേണ്ട ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു സംവിധായകന്? ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് നമ്മളെ കാണിച്ചപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചത് നമ്മൾ പോലും അറിയാതെയായിരുന്നു. റഷീദ് MH എന്ന നമ്മുടെ ഷാഫി സംവിധായകൻ റാഫിയുടെ അനിയൻ കൂടിയാണ്. ഷാഫിയുടെ കരിയർ ആരംഭിക്കുന്നത് 1995 രാജസേനൻ റാഫി മെക്കാട്ടിൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയിരിക്കുന്ന ആദ്യത്തെ കൺമണിയിൽ എന്ന സിനിമയിലൂടെയായിരുന്നു 1995 ഷാഫി എന്ന സഹസംവിധായകൻ ഉടലെടുക്കുന്നത്. നമ്മുടെ ഷാഫി അദ്ദേഹത്തിന്റെ കരിയറിൽ 6 സിനിമകളാണ് സഹസംവിധായകനായി ചെയ്തിരിക്കുന്നത്. 1995 ആദ്യത്തെ കൺമണി എന്ന രാജസേനൻ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഷാഫിയുടെ തുടക്കം. പിന്നീട് അങ്ങോട്ട് പുതുക്കോട്ടയിലെ പുതുമണവാളൻ, സൂപ്പർമാൻ, ദ കാർ, ഫ്രണ്ട്സ്, തെങ്കാശിപ്പട്ടണം എന്നീ സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്നു. ഏതൊരു സംവിധായകന്റെയും സ്വപ്നം എന്ന പോലെ തൻ്റെ ആദ്യത്തെ സിനിമ 2001 ഷാഫി പ്രാവർത്തികമാക്കി. വൺ മാൻ ഷോ എന്ന ജയറാം സിനിമ വൻപൻ ഹിറ്റായിരുന്നു. പിന്നീട് അങ്ങോട്ട് 2002 കല്യാണരാമൻ, 2003 പുലിവാൽ കല്യാണം, 2005 തൊമ്മനും മക്കളും എന്നീ സിനിമകൾ ചെയ്തിരുന്നു. അതേ വർഷം തന്നെ തൊമ്മനും മക്കളും എന്ന സിനിമയുടെ തമിഴ് റീമേക്കായി മജ എന്ന സിനിമ വിക്രമിനെ വെച്ച് ചെയ്തിരുന്നു. പിന്നീട് 2007 2 മെഗാ ഹിറ്റുകളുമായി ഷാഫി വീണ്ടും തിരിച്ചു വന്നിരുന്നു. മായാവി, ചോക്ലേറ്റ് എന്നീ സിനിമകൾ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നമ്മുടെ 2 പ്രധാനപ്പെട്ട സിനിമകൾ തന്നെയാണ്. ആ 2 സിനിമകളിലും നമ്മൾ അത്രയേറെ ചിരിച്ചുല്ലസിച്ചിരുന്നു. ആ ചിരി മറക്കുന്നതിന് മുൻപ് 2008 ലോലിപോപ്പ് എന്ന അടുത്ത ചിരി വെടിക്കെട്ടുമായി ഷാഫി വീണ്ടും മലയാളികളെ അമ്പരിപ്പിച്ചു. 2009 ആവുമ്പോഴേക്കും ചട്ടമ്പി നടന്ന ഒരു പുതിയ തരത്തിലുള്ള മമ്മൂട്ടി ക്യാരക്ടർ എടുത്തുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഒന്നുകൂടി ഇടം നേടിയിരുന്നു ഷാഫി എന്ന സംവിധായകൻ. 2010 മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്നുള്ള ദിലീപ് ചിത്രവുമായി വന്ന മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിച്ച് ഉല്ലസിപ്പിച്ച് കയ്യടി നേടിയിരുന്നു ഷാഫി എന്ന സംവിധായകൻ. പിന്നീട് 2011 മേക്കപ്പ് മാൻ, വെനീസിലെ വ്യാപാരി എന്ന 2 ചിത്രത്തോടെ ഷാഫി ആ വർഷവും മികച്ച രീതിയിൽ മുൻപോട്ട് പോയിരുന്നു. കൾ ചിരിച്ചുല്ലസിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമുണ്ടായിരുന്ന ഷാഫി എന്ന സംവിധായകൻ 2012 101 വെഡ്ഡിങ്സ് എന്ന അടുത്ത ചിത്രവുമായി വീണ്ടും വന്നിരുന്നു. അടുത്ത 2 വർഷം ഷാഫി പടങ്ങൾ മലയാള സിനിമയിൽ കാണാനില്ലായിരുന്നു. എന്നാൽ 2015 ഷാഫി വീണ്ടും തിരിച്ചു വന്നത് മലയാളികളെ ഒട്ടടങ്കം വീണ്ടും ആ പഴയ ഷാഫിയുടെ സിനിമകളിലെ ചിരികൾ കാണിക്കാനായിട്ടായിരുന്നു. 2 കൺട്രീസ് എന്ന ദിലീപ് ചിത്രമായിട്ടായിരുന്നു ഷാഫിയുടെ വരവ്. ഒട്ടും മോശമാക്കിയില്ല. മലയാളികൾക്ക് ഇപ്പോഴും 2 കൺട്രീസ് എന്നുള്ള സിനിമ എത്രയേറെ ആ ഒരു ജനറേഷനെ ചിരിപ്പിക്കാൻ പറ്റി എന്നുള്ള കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നീട് 2017 ഷെർലക് ഹോംസ് എന്ന ബിജു മേനോൻ ചിത്രവുമായി ഷാഫി വ്യത്യസ്തമായ സിനിമ മലയാളക്കരയ്ക്ക് തന്നിരുന്നു. ചിരി കൂടപ്പിറപ്പാക്കിയ ഷാഫി എന്ന സംവിധായകൻ 2018 ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയുമായി വീണ്ടും മലയാളികളെ ചിരിപ്പിച്ചിരുന്നു. 2019 ചിൽഡ്രൻസ് പാർക്ക് എന്ന സിനിമയുമായി വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലുള്ള ഒരു കഥയുമായി ഷാഫി വീണ്ടും മലയാളികളെ ഒരു വിരുന്നൊരുക്കി. അദ്ദേഹത്തിന്റെ കരിയറിലെ
അവസാനത്തെ ചിത്രമായിരുന്നു 2022 ആനന്ദം പരമാനന്ദം എന്ന സിനിമയോടെ ഷാഫി എന്ന സംവിധായകൻ മലയാളികൾക്കിപ്പോൾ എന്നും ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും മലയാളികൾക്ക് മറക്കാതിരിക്കാൻ ഷാഫിയുടെ സിനിമകളും നല്ല ഓർമ്മകളും നല്ല സംവിധായകന്റെ ആ ഒരു കഴിവുകളുമെല്ലാം മലയാളികൾ എന്നും ഓർത്തിരിക്കുന്നതായിരിക്കും.